നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെയും ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെയും ആഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് ദിനം ആചരിച്ചു. പാലിയേറ്റീവ് ദിന പ്രതിജ്ഞയെടുത്താണ് പരിപാടിക്ക് തുടക്കം കുറിച്ചത്. പണം സമ്പാദിക്കാനുള്ള മനുഷ്യന്റെ ആർത്തിക്ക് അവസാനമില്ലെന്ന സംവിധായകൻ പ്രിയനന്ദനൻ. വല്ലച്ചിറ ഇളംകുന്ന് സംരക്ഷണ സമിതി വല്ലച്ചിറ വില്ലേജ് ഓഫീസിന് മുന്നിൽ നടന്ന കൂട്ടധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ചേർപ്പ് BRCയുടെ ആഭിമുഖ്യത്തിൽ സ്ട്രീം കുട്ടി ഗവേഷക കൂട്ടത്തിന്റെ അവതരണം നടത്തി. BRC ഹാളിലാണ് അവതരണം ഒരുക്കിയത്. വാർത്തകൾ വിശദമായി. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെയും ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെയും ആഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് ദിനം ആചരിച്ചു. പാലിയേറ്റീവ് ദിന പ്രതിജ്ഞയെടുത്താണ് പരിപാടിക്ക് തുടക്കം കുറിച്ചത്. തുടർന്ന് സ്കിറ്റ് അവതരണം നടന്നു. സാർവത്രിക പരിചരണം അയൽപ്പക്ക കൂട്ടായ്മകളിലൂടെ എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ളതായിരുന്നു സ്കിറ്റ് അവതരണം. ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിലെ ജീവനക്കാർ, ഹൌസ് സർജൻ, ജനപ്രതിനിധികൾ എന്നിവർ ചേർന്നാണ് സ്കിറ്റ് അവതരിപ്പിച്ചത്. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PN സുനിൽകുമാർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിത്യ ജയരാജൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VI ജോൺസൺ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിനയ സച്ചിൻ, മെമ്പർമാരായ ശ്രുതി സനീഷ്, സിമി പ്രദീപ്, നന്ദകിഷോർ, ശ്രീദേവി സന്തോഷ് കുമാർ, ജോയ് പയ്യപ്പള്ളി എന്നിവർ സംസാരിച്ചു. പണം സമ്പാദിക്കാനുള്ള മനുഷ്യന്റെ ആർത്തിക്ക് അവസാനമില്ലെന്ന സംവിധായകൻ പ്രിയനന്ദനൻ. വല്ലച്ചിറ ഇളംകുന്ന് സംരക്ഷണ സമിതി വല്ലച്ചിറ വില്ലേജ് ഓഫീസിന് മുന്നിൽ നടന്ന കൂട്ടധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കുന്നിൻ മുകളിലെ അനധികൃത മണ്ണ് ഖനനം അവസാനിപ്പിക്കുക, എടുത്തുകൊണ്ടുപോയ മണ്ണിന് പിഴ ചുമത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. പുറത്തുനിന്നുള്ള മാലിന്യങ്ങൾ കുന്നിൻ മുകളിൽ നിക്ഷേപിക്കുന്നത് നിർത്തുക, 8 ഏക്കറോളം വരുന്ന പുറമ്പോക്ക് സ്ഥലം അളന്ന് തിരിച്ച് ഉപയോഗപ്രദമാക്കുക എന്നീ ആവശ്യങ്ങളും ഇളംകുന്ന് സംരക്ഷണ സമിതി ഉന്നയിച്ചിരുന്നു. എന്ത് സംഭവിച്ചാലും പണം സമ്പാദിക്കാനുള്ള ത്വരയ്ക്ക് അവസാനമില്ലെന്ന് പ്രിയനന്ദനൻ പറഞ്ഞു. ഇതിനെ എതിർത്ത് തോൽപ്പിക്കേണ്ടത് എല്ലാ മനുഷ്യരുടെയും കടമയാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. സെബി പിടിയത്ത് അധ്യക്ഷനായി. രാജേന്ദ്രൻ മാലിപ്പറമ്പിൽ, തിലകൻ മാലിപ്പറമ്പിൽ, മധു വാര്യർ, വിജയൻ നടുത്തിൽ, സുധീഷ് അപ്പോഴത്ത്, വേലപ്പൻ മാലിപ്പറമ്പിൽ, ജോർജ് മേച്ചേരിപ്പിടി, വിൻസെന്റ് പുത്തൻപുര എന്നിവർ സംസാരിച്ചു. ചേർപ്പ് BRCയുടെ ആഭിമുഖ്യത്തിൽ സ്ട്രീം കുട്ടി ഗവേഷക കൂട്ടത്തിന്റെ അവതരണം നടന്നു. BRC ഹാളിലാണ് അവതരണം ഒരുക്കിയത്. BRC പരിശീലക ഡോക്ടർ സോണിയ വിശ്വം റിസർച്ച് ഗൈഡ് ആയിട്ടുള്ളതാണ് സ്ട്രീം കുട്ടി ഗവേഷക കൂട്ടം. SSLC കേരള, BRC ചേർപ്പ്, കുസാറ്റ്, സംസ്ഥാന സർക്കാർ എന്നിവർ ചേർന്ന് കുട്ടികളെ സ്കൂൾ തലത്തിൽ തന്നെ ശാസ്ത്രജ്ഞരാക്കുന്ന പരിപാടിയാണിത്. 9ാം ക്ലാസ്സിലെ പ്രൊജക്ടായ കുട്ടികളിലെയും മുതിർന്നവരിലെയും വൈകാരിക അസ്ഥിരത ചൊവ്വൂർ സെന്റ് സേവിയേഴ്സ് സ്കൂളിലെ നേഹ അനീഫും അവണിശ്ശേരി സെയിന്റ് ജോസഫ് സ്കൂളിലെ ക്രിസ്റ്റോയും ചേർന്ന് അവതരിപ്പിച്ചു. ഫിസിയോതെറാപ്പി വകുപ്പിലെ പ്രൊഫസർ ഡോക്ടർ നൈസ് മേരി, പുതുക്കാട് പ്രചോദി നികേതൻ കോളേജ് കമ്പ്യൂട്ടർ സയൻസ് വകുപ്പിലെ പ്രൊഫസർ ഡോക്ടർ R ശ്രീരാജ് എന്നിവർ ഉൾപ്പെട്ട വിദഗ്ധ പാനലാണ് അവതരണം വിലയിരുത്തിയത്. ഉയർന്ന തലത്തിൽ അനാലിസിസ് നടത്തിയ കുട്ടികൾ റിസർച്ച് തുടരണമെന്നും വിദഗ്ധർ അഭിപ്രായപ്പെട്ടു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിദ്യ രമേശ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. എന്തായാലും വളരെയധികം സന്തോഷം. ഇങ്ങനൊരു അവസരത്തിൽ നിങ്ങളോടൊപ്പം ഇവിടെ പങ്കെടുക്കാൻ സാധിച്ചതിൽ സന്തോഷം ആദ്യം അറിയിക്കുകയാണ്. നിങ്ങൾ കുറച്ച് നാളുകളായിട്ടുള്ള നിങ്ങളുടെ പ്രയത്നത്തിന്റെ ഭാഗമായതിന്റെ പ്രസന്റേഷനാണ് ഇവിടെ നടക്കുന്നത്. 8ാം ക്ലാസ്സിലെ പ്രൊജക്ടായ സൈബർ അധിക്ഷേപത്തിൽ രക്ഷിതാക്കളുടെ അവബോധം അമ്മാടം സെയിന്റ് ആന്റണീസ് സ്കൂളിലെ ശ്രേയയും CNN ബോയ്സ് സ്കൂളിലെ രാഘവേദും ചേർന്ന് അവതരിപ്പിച്ചു. സാമൂഹ്യ ശാസ്ത്രത്തിനായുള്ള സ്ഥിതി വിവരക്കണക്ക്, ജാമോവി തുടങ്ങിയവ ഉപയോഗിച്ചുള്ള കുട്ടികളുടെ അവതരണവും നടന്നു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിത്യ ജയരാജൻ, പാറളം പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടോണി തോമസ്, ചേർപ്പ് പഞ്ചായത്ത് അംഗം ജയശ്രീ ഷാജൻ എന്നിവർ സംസാരിച്ചു. തൃപ്രയാർ അയ്യപ്പ സേവാ കേന്ദ്രത്തിന്റെ മണ്ഡല മകരവിളക്ക് കാലത്തെ സേവന പ്രവർത്തനങ്ങൾ സമാപിച്ചു. പെരിങ്ങോട്ടുകര ആവണങ്ങാട്ടു കളരി മഠാധിപതി അഡ്വക്കേറ്റ് AU രഘുരാമൻ പടിക്കർ സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സേവാകേന്ദ്രം വർക്കിംഗ് പ്രസിഡന്റ് ഗിരി തയ്യിൽ അധ്യക്ഷനായി.
തൃപ്രയാർ കപിലാശ്രമത്തിലെ സ്വാമി തേജസ് സ്വരൂപാനന്ദ സരസ്വതി അനുഗ്രഹ പ്രഭാഷണം നടത്തി. കവയത്രി നോമി കൃഷ്ണ പ്രാർത്ഥനാ ശ്ലോകം ആലപിച്ചു. സേവാകേന്ദ്രം ജനറൽ കൺവീനർ പി കൃഷ്ണനുണ്ണി ആമുഖ പ്രഭാഷണം നടത്തി. നടൻ ലിഷോയ് മുഖ്യാതിഥിയായി. നാട്ടിക ഗ്രാമപഞ്ചായത്ത് അംഗം അംബിക, സുനിൽ വെന്നിക്കൽ, മുരളി കൊളങ്ങാട്ട്, തൃപ്രയാർ ദേവസ്വം മാനേജർ മനോജ് കെ നായർ, അരവിന്ദാക്ഷൻ, വിനോദ് നടുവത്തേരി, കെ രഘുനാഥൻ എന്നിവർ സംസാരിച്ചു. കയ്പമംഗലം വഞ്ചിപ്പുര ബീച്ചിൽ സ്കൂൾ വിദ്യാർത്ഥിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ചന്ദ്രാപ്പിനി ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥി 17 വയസ്സുള്ള അമീർ അലിയാണ് മരിച്ചത്. കയ്പമംഗലം വഴിയമ്പലത്തിന് കിഴക്ക് തട്ടാർക്കുടി വീട്ടിൽ സുബീറിന്റെ മകനാണ് അമീർ അലി. വെള്ളിയാഴ്ച രാവിലെ സ്കൂളിലേക്ക് പോയ വിദ്യാർത്ഥി സ്കൂളിൽ എത്തിയിരുന്നില്ല. കുട്ടിയെ കാണാതായ വിവരം അറിഞ്ഞ രക്ഷിതാക്കൾ കയ്പമംഗലം പോലീസിൽ പരാതിപ്പെടാൻ എത്തിയപ്പോഴാണ് മരണവിവരം അറിയുന്നത്. കയ്പമംഗലം പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. മാള അണ്ണല്ലൂരിൽ നിയന്ത്രണം വിട്ട ബൈക്ക് മരത്തിലിടിച്ച് 2 പേർ മരിച്ചു. ചാലക്കുടി കൂർക്കമറ്റം സ്വദേശികളായ പടിഞ്ഞാക്കര വീട്ടിൽ 19 വയസ്സുള്ള നീൽ ഷാജു, 19 വയസ്സുള്ള അലൻ ഷാജു എന്നിവരാണ് മരിച്ചത്. ഇരുവരും ബന്ധുക്കളാണ്. വ്യാഴാഴ്ച രാത്രി 11:30ഓടെയായിരുന്നു അപകടം. ഉടനെ ഇരുവരെയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. നീൽ ഷാജു ബംഗളൂരുവിൽ ഹോട്ടൽ മാനേജ്മെന്റ് വിദ്യാർത്ഥിയാണ്. അലൻ ഷാജു പുല്ലൂറ്റ് ITC വിദ്യാർത്ഥിയുമാണ്. കുന്നംകുളം പന്നിത്തടം സെന്ററിൽ ബസ്സും പിക്കപ്പ് വാനും കാറും കൂട്ടിയിടിച്ച് അപകടം. ശബരിമല ദർശനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന തീർത്ഥാടകരുടെ ബസ്സും DJ സംഘം സഞ്ചരിച്ചിരുന്ന പിക്കപ്പ് വാനും കാറും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. അപകടത്തിൽ നിരവധി അയ്യപ്പ ഭക്തർക്ക് പരിക്കേറ്റു. വെള്ളിയാഴ്ച പുലർച്ചെ 5 മണിയോടെയായിരുന്നു സംഭവം. പാവറട്ടിയിൽ പരിപാടി കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന പാലക്കാട് നെന്മാറ സ്വദേശികളായ DJ സംഘത്തിന്റെ പിക്കപ്പ് വാൻ നിയന്ത്രണം വിട്ട് മറ്റു വാഹനങ്ങളിൽ ഇടിക്കുകയായിരുന്നു. കേച്ചേരി ഭാഗത്തു നിന്ന് വരികയായിരുന്ന തീർത്ഥാടകരുടെ ബസ്സിലും അക്കിക്കാവ് ഭാഗത്തു നിന്ന് വന്ന കാറിലുമാണ് വാൻ ഇടിച്ചത്. നിയന്ത്രണം നഷ്ടപ്പെട്ട പിക്കപ്പ് വാൻ നിർത്താൻ ശ്രമിച്ചെങ്കിലും ബസ്സിൽ ഇടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. ഇടിയുടെ ആഘാതത്തിൽ തീർത്ഥാടകരുടെ ബസ് റോഡരികിലെ തട്ടുകടകളിലേക്ക് ഇടിച്ചു കയറി. ബസ്സും പിക്കപ്പ് വാനും റോഡിൽ മറിഞ്ഞ നിലയിലായിരുന്നു. അപകടം നടന്ന ഉടനെ കുന്നംകുളം അഗ്നിരക്ഷാസേനയും നാട്ടുകാരും യൂത്ത് വോയ്സ് അൽ-അമീൻ ആംബുലൻസ് പ്രവർത്തകരും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തി. പരിക്കേറ്റ 14 പേരെയും കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ലെന്നാണ് പ്രാഥമിക വിവരം. വടക്കാഞ്ചേരി എങ്കക്കാട് ഭിന്നശേഷിക്കാരനായ യുവാവിനെ തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പത്താങ്കല്ല് മംഗലം റോഡ് സ്വദേശി തെക്കേപ്പുറത്ത് വളപ്പിൽ വീട്ടിൽ 38-കാരനായ മുത്തു എന്ന അഷ്റഫാണ് മരിച്ചത്. എങ്കക്കാട് റെയിൽവേ ഗേറ്റിന് സമീപത്തെ തോട്ടിലാണ് യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. വെള്ളിയാഴ്ച രാവിലെ നാട്ടുകാരാണ് യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. റെയിൽവേ ഗേറ്റിനോട് ചേർന്ന പാലത്തിന് താഴെയുള്ളതാണ് വെള്ളമില്ലാത്ത തോട്. വിവരമറിഞ്ഞ് വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി. തുടർന്ന് ഇൻക്വസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കി. കാലുകൾക്ക് പരിമിതിയുള്ള യുവാവാണ് അഷ്റഫ്. ഹിമാലയത്തിലേക്ക് സൈക്കിളിൽ യാത്ര ചെയ്ത് ഏറെ പ്രശസ്തി നേടിയിരുന്നു. പോസ്റ്റ്മോർട്ടത്തിലൂടെ മാത്രമേ മരണകാരണം വ്യക്തമാകൂ എന്ന് പോലീസ് പറഞ്ഞു. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 13,145 രൂപ, പവന് 1,05,160 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെയും ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെയും ആഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് ദിനം ആചരിച്ചു. പാലിയേറ്റീവ് ദിന പ്രതിജ്ഞയെടുത്താണ് പരിപാടിക്ക് തുടക്കം കുറിച്ചത്. പണം സമ്പാദിക്കാനുള്ള മനുഷ്യന്റെ ആർത്തിക്ക് അവസാനമില്ലെന്ന സംവിധായകൻ പ്രിയനന്ദനൻ. വല്ലച്ചിറ ഇളംകുന്ന് സംരക്ഷണ സമിതി വല്ലച്ചിറ വില്ലേജ് ഓഫീസിന് മുന്നിൽ നടന്ന കൂട്ടധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ചേർപ്പ് PRCയുടെ ആഭിമുഖ്യത്തിൽ സ്ട്രീം കുട്ടി ഗവേഷക കൂട്ടത്തിന്റെ അവതരണം നടത്തി. BRC ഹാളിലാണ് അവതരണം ഒരുക്കിയത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.